ദിലീപേട്ടോടുള്ള ഇഷ്ടം തന്നെയാണ് തങ്കമണി അഭിനയിക്കാനുള്ള പ്രധാന കാരണം. ദിലീപേട്ടോടുള്ള മൂന്നാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ആയിരിക്കും, പിന്നെ 2 Countries, പിന്നെ ഇപ്പൊ തങ്കമണി. അരികയിലും 2 Countries-ലും ദിലീപേട്ടൻ സ്നേഹിച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ അടിച്ചോണ്ട് പോകേണ്ട പരിപാടി. സമ്പദാസിനുള്ള അരികയിലും മറ്റേ ഇഷാ ഗോപിക്കറിന്റെ 2 Countries-ലും എനിക്ക് കിട്ടി. പ്രേക്ഷകരും ദിലീപേട്ടന്റെ ക്യാരക്ടറും എങ്ങനെയെങ്കിലും തലയിൽ പോണേന്നുള്ള സമയത്താണ് ഞാൻ ദിലീപേട്ടനെ രക്ഷിക്കണത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് തന്നെ ഇഷ്ടമാണ്. ഈ സിനിമയില് പ്രണീതയാണ് എന്റെ പേര്, പക്ഷെ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ പ്രണീതയ്ക്ക് ദിലീപേട്ടനാണ് ഉള്ളത്. 2 കാലഘട്ടത്തിലാണ് ഈ സിനിമ പറയുന്നത് തന്നെ. ദിലീപേട്ടനും ഞാനുമായിട്ടുള്ള സീക്വൻസുകളോ ദിലീപേട്ടൻ ഒരു വയസ്സായ കഥാപാത്രം ചെയ്തത്. എനിക്ക് ദിലീപേട്ടൻ എപ്പോഴും ഇങ്ങനെ ചുള്ളനായിട്ട് മിടുക്കനായിട്ട് കൊച്ചു വയനാട്ടിലാണ് എനിക്കിഷ്ടം. എന്തായാലും രതീഷ് ഏട്ടനൊക്കെ സിനിമ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 15 ദിവസം പനിച്ച് തുള്ളി കടന്നിട്ടും രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മേക്ക് ചെയ്ത സിനിമയാണിത്. എടുത്തു പറയേണ്ട മറ്റൊരാൾ ടെക്നീഷ്യൻ മനോജ് സാറ്, അതേപോലെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിന്റെ ആർട്ട് ഡയറക്ടർ, പിന്നെ അതെ അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളാണ് തങ്കമണി. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഫൈറ്റിന് ശേഷമാണ് ഞങ്ങൾ തങ്കമണി റിലീസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വരണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. താങ്ക് യു സോ മച്ച്. Namaskaram. First and foremost, thank you for all your time and for having us here. മലയാളം Yes. അറിഞ്ഞൂടാത്തോണ്ടല്ല ഇംഗ്ലീഷ്, അറിഞ്ഞൂടാത്തോണ്ടല്ല തെറ്റിപ്പോ. ഇതിന്റെ 4ാമത്തെ ഫിലിമാണ്. സന്തോഷം മാത്രമേ ഉള്ളൂ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ടീം. അതിന് പ്രൊഡ്യൂസേഴ്സിനോടും പിന്നെ രതീഷ് സാറിനോടും എല്ലാ ഫുൾ ടീമിനോടും ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. പിന്നെ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതും മിക്കവരായിട്ടും പറഞ്ഞ പോലെ 2 പീരീഡിലാണ് ഈ ഫിലിം. അപ്പം ഞാൻ ഒരു പീരീഡിൽ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ മിക്കവരായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. മോസ്റ്റ് ഓഫ് ദം ഐ ഡോണ്ട് തിങ്ക് ഞങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല, പിന്നെ അജ്മലായിട്ടില്ല, പക്ഷെ ബാക്കി എല്ലാവരുമായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പറഞ്ഞ പോലെ March 7th റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പിന്നെ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇത്രയും കാലം ചെയ്തതെന്ന് ഒരു പോളാർ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണിത്. വളരെ ടിമിഡ്, ഒതുങ്ങിയ ഒരു ക്യാരക്ടറാണ്. അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമാണ് കാരണം കഥയില്ല, കഥ വർഷങ്ങൾ മുമ്പ് എല്ലാവർക്കും അറിയാവുന്ന, അറിയാത്ത 1-2 പേര് ഒരു പാവം. അതുപോലെ അങ്ങനെ നല്ല പ്രായത്തിൽ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവമാണ് ഈ എന്റെ ചെറുപ്പത്തിൽ. വൺസപ്പോണ ടൈം. അപ്പൊ അന്ന് ഈ സിനിമ, ഈ കഥ, ഇങ്ങനെ സംഭവങ്ങൾ ഓരോ ദിവസവും പത്രങ്ങളിലൂടെ ഒക്കെ നമ്മൾ അറിയുമ്പോൾ മനസ്സിലുണ്ടായ ഒരുപാട് വിചാരങ്ങളും മറ്റ് അവസ്ഥകളും ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. ഡയറക്ടർ ഓരോ കാര്യങ്ങളും പറയുമ്പം അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് എനിക്കന്ന് ബോധ്യമായി. കാരണം മനുഷ്യന്റെ മനസ്സിൽ, അന്നത്തെ ആളുകളുടെ മനസ്സിൽ എത്താത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. കാരണം അന്ന് മീഡിയകളിലൂടെ കിട്ടുന്ന ആ അറിവ് മാത്രമേ അന്നത്തെ ഈ തങ്കമണിക്ക് പുറത്തുള്ള, അല്ലെ കട്ടപ്പന ഏരിയയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ അന്ന് ആ ഏരിയയിലുണ്ടായിരുന്ന, അതായത് അനുഭവിച്ച ആളുകളുടെ മനസ്സിലും അവരുടെ വീടുകൾക്കുള്ളിലും ഒക്കെ ഒതുങ്ങിപ്പോയ ഒരുപാട് ദയനീയമായ അല്ലെങ്കിൽ വികാര നിർഭരമായ ഒരുപാട് സന്ദർഭങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഈ സിനിമയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് അതിനെക്കുറിച്ചൊരു ഏകദേശ രൂപം കിട്ടിയോണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്, ഒരുപാട് സന്ദർഭങ്ങൾ ഇതിനകത്ത് നിങ്ങൾ അറിയാത്തതും
അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വാർത്താ മീഡിയകളിലൂടെ അറിയാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അത് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അത് സംവിധായകൻ അതിൻ്റെ എല്ലാ മേഖലയിലൂടെയും പോയി അല്ലെ എല്ലാ തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് വളരെയധികം ഒരു പൂർവ്വചരിത്രത്തിൻ്റെ ഒരു വെളിപാട് തന്നെ അല്ലെങ്കിൽ അതിലൊരു വഴി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുമെന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൽ എല്ലാവരോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. പേരൊന്നും എടുത്ത് പറയാൻ സ്ക്രീനിനകത്ത് നിറഞ്ഞിരിക്കും, അതുപോലെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം അത്രയും ഒരു വലിയ ആർട്ടിസ്റ്റുകളുടെ ഒരു ഭാഗത്തിനകത്ത് ഒരു ആർട്ടിസ്റ്റായിട്ട് വരാൻ കഴിഞ്ഞതിൽ വളരെയധികം ഭാഗ്യമുണ്ട്. അതിന് ഇതിൻ്റെ പ്രൊഡ്യൂസറോടും അതുപോലെ ഡയറക്ടറോടും ബാക്കിയുള്ള എല്ലാ എൻ്റെ സഹപ്രവർത്തകരായ ആർട്ടിസ്റ്റുകളോടും ഒക്കെ നന്ദി പറയുന്നു. നമസ്കാരം. എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഒരു പയ്യനാണ്, അതുകൊണ്ട് ഒരു കോ പ്രൊഡ്യൂസർ സുജിത്ത് എൻ്റെ ഒരു പയ്യനൂടെയാണ്. അതിൽ വളരെയധികം ആ ഒരു ആത്മാർത്ഥത ഇപ്പം ഈ അല്ലാത്തതിനോട് ഇല്ല എന്നുള്ളതല്ല, അതിന് പ്രത്യേകിച്ച് ഒരു അടുപ്പം ഒരു ഇതുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സിനിമയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത. അദ്ദേഹത്തിന് വേറെ നല്ല പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊരു എഫർട്ട് കൂടിയ ഒരു സിനിമയാണ്, ഒരുപാട് ഇതുണ്ടായിരുന്ന സിനിമയാണ്. ഏതായാലും ഇത് സക്സസ് ആകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി അതിന് നിങ്ങളുടെ സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം. പൂർണ്ണമായിട്ടും നിങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു നടൻ പറയുന്നു, ഒരു കലാകാരനാണ്. ഇതൊരു ഓട്ടാണ്, ഇതൊരു ഓട്ടാണ്. അവർ തിയേറ്ററിൽ വന്ന് കയറി കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ജോലിയാണ്. ഇതിലെ ഓരോ വോട്ടും വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ വോട്ട് നിങ്ങളുടെ കാഴ്ച എന്ന് പറയുന്ന വോട്ട് തന്ന് ഞങ്ങളെ സഹായിക്കണം. അല്ലെങ്കിൽ ദിലീപിന്റെ കൂടെ ഒത്തിരി പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ദിലീപ് ചെയ്യുന്ന പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, ഇത് ശരിക്കും പറഞ്ഞാല് ദിലീപിന്റെ പടം കൂടിയാണ്, അങ്ങനെ പറയണം. കാരണം ഞാൻ ദിലീപിന്റെ കൂടെ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒത്തിരി പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഓരോ സീൻ ചെയ്തും ഞാനൊരു സീൻ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. കാരണം ആ സീനിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാനത് സസ്പെൻസ് ആയിട്ട് വെച്ചായിരുന്നു. ഇതുവരെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അഭിനയ ശൈലി തന്നെയാണ് ഇതിനകത്ത്. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയൊരു ആഗ്രഹം ഏകദേശം സഫലീകരിച്ച ഒരു മോഡിൽ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സന്തോഷത്തിലാണ് ആക്ച്വലി. കാരണം അത് നടത്തി തന്ന ദിലീപായിരുന്നു, പ്രതീക്ഷയായിരുന്നു, സുജിത്തായിരുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. കാരണം കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ക്യാരക്ടർ ചെയ്യുക, നല്ലൊരു ക്യാരക്ടർ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു അത് തങ്കമണിയിലൂടെയാണ് ഇപ്പോൾ ആ ഒരു ആഗ്രഹം നടക്കുന്നത്. അപ്പോൾ രതീഷേട്ടൻ ആണ് ആദ്യം എടുത്ത് പറയേണ്ടത്. കാരണം അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു സീനിന് മുമ്പ് അതിങ്ങനെ ആ സ്റ്റോറി ഫുൾ ഇൻജെക്ട് ചെയ്ത് കൊടുത്തിട്ടാ വിടുക. അപ്പൊ നമുക്ക് ആ ഒരു സെറ്റില് ആരെ കണ്ടാലും ദിലീപനെ കണ്ടു കഴിഞ്ഞാൽ തങ്കമണിയിലെ അവിടുത്തെ ആളാണ്. ഇപ്പോ നീത ചേച്ചിയുടെ ക്യാരക്ടർ ആണെങ്കിൽ അതേപോലെ രതീഷേട്ടനും സ്ക്രിപ്റ്റും ഡയറക്ഷനും ആണെങ്കിൽ കൂടെ നമ്മള് അവിടെ ആരോ ആയിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ പറഞ്ഞു 3 മാസത്തോളം അവിടെ ഉണ്ടായി, അതിനെപ്പറ്റി എല്ലാം പറഞ്ഞിട്ട് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ അത് നമുക്ക് ആളുടെ കണ്ണിലൂടെ ശരിക്കും കാണാം. അപ്പോൾ അങ്ങനെ ഒരു മൂവി എനിക്ക് ഞാൻ അതിൽ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇത് റിലീസായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ബാബിക്ക് കൂടെ ഉണ്ടാവാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനർ രതീഷ് സാർ ഡയറക്ട് ചെയ്ത് നമ്മുടെ ദിലീപേട്ടൻ നായകനാണ് തങ്കമണി എന്ന ഈ സിനിമയിലൊരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അതിന് ആദ്യമേ താങ്ക്സ് പറയുകയാണ് രതീഷ് ഏട്ടനോടും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനോടും സുജിത് സാറിനോടൊക്കെ. കാരണം ഒരുപാട് ആഗ്രഹമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ദിലീപേട്ടനായിട്ട് ഒരു സിനിമ ചെയ്തത്. ഒരു ചെറിയ വേഷമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. സോ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ സാറുമായിട്ട് വീണ്ടും വർക്ക് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൻ്റെ ദൈവ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കരിയറിൽ വെച്ചിട്ട് ഞാൻ
എന്താ പറയുക, ഇത്രയും നാളത്തെ എൻ്റെ സിനിമ ജീവിതത്തിൽ വെച്ചിട്ട് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുകയാണ് തങ്കമണി. മാർച്ച് 7-ാം തീയതിയാണ് റിലീസ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ നമ്മുടെ ഈ സിനിമയിൽ ഉണ്ടായിരിക്കണം. താങ്ക് യു സോ മച്ച്.